എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, സഹോദരങ്ങള്, ആത്മാർത്ഥമായി നെഞ്ചത്തെ കൈവച്ചിട്ട് ചിന്തിക്കൂ. നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമാണ്, യഥാർത്ഥത്തിൽ ആ പ്രവാചകനോട് സ്നേഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വയതിന് വരുമ്പോ മാത്രം ഫർദ് ധരിക്കുന്ന ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട് അല്ലാഹുവേ പുറത്തിറങ്ങിയാ പറയേണ്ട അവസ്ഥയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിലെ സഹാബി വനിതകളുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ ചരിത്രം നിനക്കറിയണോ? ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം നടക്കുകയാണ്. ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹിക്ക് പരക്ക് പറ്റിയെന്ന് അവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് വധിക്കപ്പെട്ടു എന്നവരെ വിളിച്ചു പറയുകയാണ്. ഒരു പെണ്ണിനെ കേട്ടിട്ട് ഇരിപ്പ് വരുന്നില്ല. ഒരു സഹാബി വനിത ഇറങ്ങി ഓടുകയാണ്. ഉഹദിന്റെ രണാകടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പെണ്ണിനോട് വിളിച്ചു പറയുന്ന, പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട പിതാവ് ശഹീദായി. ആ പെണ്ണിനോട് പറയുകയാണ്, ഉഹദിന്റെ രണാകണത്തിൽ കടന്നുപോയ പെണ്ണിനോട് അവിടെന്ന് പറയുന്നു, നിന്റെ വാപ്പ ശഹീദായി. ആ പെണ്ണ് മിണ്ടുന്നില്ല. ആ പെണ്ണ് മിണ്ടുന്നില്ല. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? തിരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശഹീദായി. അപ്പോഴും സമാധാനമില്ല. അപ്പോഴും പെണ്ണ് പരിഗണിക്കുന്നില്ല. അവിടെന്ന് ചോദിക്കുന്നത്, മുത്തുനബി എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അതാ മൂന്നാമത് വിളിച്ചു പറയുന്ന, പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് ശഹീദായി. അപ്പോഴും ഉമ്മയ്ക്ക് റസൂലുള്ളാഹിനെ അറിഞ്ഞാ മതി, മുത്തുനബിയുടെ കാര്യം അറിഞ്ഞാ മതി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോഴാ അവിടുന്ന് സമാധാനം വന്നത്. വാപ്പ മരിച്ചെന്ന് പറഞ്ഞപ്പോ, പൊന്നാര ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ, തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ വേദനിക്കാതെ ഓടുകയാ. കാരണം അവരെക്കാല് സ്നേഹിക്കേണ്ടത് മുത്തുനബിയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഈമാൻ, അങ്ങനെ ഒരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട